ഈ മുരാരി തന്ത്രി ഉണ്ടല്ലോ, തന്ത്രി ഇയാളെ ഞാൻ ഫസ്റ്റ് കാണാൻ ദുബായ് വെച്ചാണ്. ഇയാളെ എന്നെ പരിചയപ്പെടുത്തി തരുന്നത് നന്ദിനി റെഡ്ഡി എന്നുള്ള ഈ പെൺകുട്ടിയാണ്. അപ്പോ അന്ന് ഫ്രണ്ട് ആയിരുന്നു നന്ദിനിന്റെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഞാനും ആശും ഒരു വേറെ ഫ്രണ്ടോട് ഇയാളെ ഫ്ലാറ്റിൽ പോയി ഇയാളെ സിനിമ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. രണ്ടാമത്തെ ഇയാൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ജാസി കൂടുതൽ ആരാ പാർട്ട്ണർ ആശി പാർട്ട്ണർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ജാസി ഒറ്റയ്ക്ക് വന്നാൽ മതി, നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലേ, നമ്മള് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്ന്. പക്ഷെ എനിക്ക് എന്തോ നെഗറ്റീവായിട്ട് അടിച്ചതുകൊണ്ട് പിന്നെ ഞാന് രണ്ടാമത് പോയില്ല. മുരാരിയോ അന്നെ അയാൾ അങ്ങനത്താണ്. പിന്നെ എങ്ങനെ ഈ പെണ്ണിനെ പോയി പീഡിപ്പിച്ചു പറഞ്ഞു? അതുകൊണ്ട് അയാള് ബൈസൈക്കിളാ, എന്താ പറയാ, ഇജ്ജ് പറയലില്ലേ ബൈസൈക്കിളെന്ന്, എന്താ പറയണ ആ സാധനം? എന്തിനാ മൈര നോണ പറയാൻ നടക്ക്? എന്തിനാ മൈര നോണ പറയുന്നത്? കാറും മൈര എന്തിനാ ജി ഇങ്ങനെ നോണ പറഞ്ഞു നടക്ക്? ആ എന്താണ് ജീന മറ്റേ ബസ്സിൽ നിന്ന് അനുഭവം ഉണ്ടായി പറഞ്ഞപ്പോൾ എനിക്ക് ബസ്സിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായി. അതും അപ്പൊ അതിന്റെ ബാക്കിൽ വേറെ ഒരുത്തനുണ്ടായിരുന്നു ഉണ്ടായി നിങ്ങളെ ബസ്സിൽ എന്താക്കിന്നാ പറഞ്ഞു. ഈ ബസ്സിൽ നിന്ന് അനക്കൊരു അനുഭവം ഉണ്ടായി. ആ അനുഭവം തന്നെ ഈ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്ത്, എന്നിട്ട് എൻ്റെ ആ അനുഭവം കുറ്റിപ്പുറം പാലത്തിന്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് ആ അനുഭവം തീർത്ത് അവിടുന്ന് പൈസയും മേടിച്ചിട്ട് പോകും. അതല്ല എൻ്റെ അനുഭവം. എന്നിട്ട് ഇപ്പൊ ഈ വന്നിട്ട് എന്നെ മുരാരി ഇതാക്കി. പിന്നെ എന്താണ് വേറെ കണ്ടവരൊക്കെ എന്ത് വരുന്ന അതൊക്കെ എൻ്റെ തലയിലാണ്. ഈ ഒറ്റ മാത്രമല്ല ഈ ലോകത്ത്. ഒരു കരിങ്കുണ്ട എന്തിൻ്റെ സൂക്കറടാ പഞ്ഞക്ക്. ഞാനാ നോണ പറഞ്ഞിട്ട് കിടക്കുന്നു. നാണാവൂല നാറിയാക്ക്. വല്ലാത്തൊരു ജീവി ഇട്ടൊക്കെ, ഒരു വല്ലാത്ത ജീവി, നാണമില്ലാത്ത കൈത. ഒരു ഇതിനെ താങ്ങിയിട്ട് കുറേ അതിന്റെ പിന്നാലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരനുഭവം വൃത്തികെട്ട ജന്തു.